നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീകാന്തിനോട് ശങ്കരനാരായണൻ ചോദിച്ചു, സത്യം പറയടാ, വേദയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിക്രത്തിനെ വേദയും തമ്മിൽ അകറ്റാനായിട്ട് നീ എന്തൊക്കെയാ ചെയ്തേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛ, നിന്റെ വായിക്കാത്തെന്താ, നാക്കില്ലേ, പറയടാന്ന് പറഞ്ഞു. ഈ തവണ ഇങ്ങോട്ടേക്ക് വേദ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് നീയാന്ന് എനിക്ക് തോന്നേ. ഉള്ളത് സത്യം നീ മര്യാദയ്ക്ക് പറഞ്ഞോളൂ പറയണം. അപ്പോഴേക്കും ദീപ്തിയും പത്മൊക്കെ അന്താളിപ്പോട് കൂടി ശ്രീകാന്തിനെ നോക്കുകയാണ്. ആ സമയത്ത് വർഷയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛ അത് പിന്നെ നീ കാര്യം മൊത്തം പറഞ്ഞു, സത്യസന്ധമായിട്ട് പറയണം, എപ്പോഴാണെങ്കിലും ഞാനിത് അറിയൂന്ന് പറഞ്ഞു. ഒടുവില് ശ്രീകാന്തിന് പറയേണ്ടതായിട്ട് വന്നു. ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി അച്ഛ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഡിവോഴ്സ് പേപ്പർ അവളെ ഞാൻ സൈൻ ചെയ്യിച്ചു. അത് എല്ലാം അവൾക്ക് വേണ്ടിയിട്ട് മാത്രം. ആ വിക്രം അതുപോലെ അവനെപ്പോലൊരു ഗുണ്ടയുടെ കൂടെ അവൾ ജീവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവളെ ഞാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. പറഞ്ഞ് തീരുവല്ല, അവൻ്റെ കരണം തീർത്ത് ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് ശങ്കരനാരായണൻ. ഇത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. തല്ലുകൊണ്ട് കഴിഞ്ഞപ്പോൾ കർണം പൊത്തി ഇങ്ങനെ ശ്രീകാന്ത് നിൽക്കുകയാണ്. നീ എന്താടാ പറഞ്ഞത്? നീ കാരണം വന്നല്ലേ, വെറുതെ അല്ല. എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു. എടാ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കിയേ. വിക്രം കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവൻ പിടിക്കപ്പെടുകയും ഉള്ളതുകൊണ്ട് അവൻ ഗുണ്ടേ. പക്ഷേ നീ എന്താ കാണിച്ചത്? നീ ചെയ്ത കുറ്റങ്ങളൊന്നും പിടിക്കപ്പെടാത്തതുകൊണ്ട് നീ ഇപ്പോഴും ഇങ്ങനെ വിലസി നടക്കുമല്ലേന്ന് ചോദിച്ചു. അല്ലച്ചാ, അത് പിന്നെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് അന്തസ്സും അഭിമാനത്തിനും വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തേ. അന്തസ്സും അഭിമാനം, നിന്റെ അന്തസ്സും അഭിമാനം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. എവിടെ നിന്നുണ്ടായടാ നിനക്ക് ഈ അന്തസ്സും അഭിമാനവും ഒക്കെ? എടാ, അവളുടെ ജീവിതം തകർത്തിട്ട് വേണോ? അല്ല, അതും കൊണ്ട് നിനക്ക് എന്താ നേട്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. അച്ഛനറിയാലോ, ദർശനമായിട്ട് അവളുടെ വിവാഹം നടത്തുമായിരുന്നെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നല്ല നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പെങ്ങളുടെ ഭർത്താവ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണ്ടയാന്ന് പറയാനായിട്ട് എനിക്ക് നാണക്കേടുണ്ടെന്ന് പറഞ്ഞു. എടാ, നിന്നോട് ഞാൻ പറഞ്ഞതിന് മുമ്പ് അവളുടെ പിന്നാലെ ഇനി പോവരുതെന്ന്, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കാനായിട്ട്. എന്നിട്ട് നീ ചെയ്തെന്താ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പല കാര്യത്തിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്തിനാണെങ്കിൽ ഒട്ടും സഹിച്ചില്ല ശങ്കരനാരായണൻ തല്ലിയത്. ശ്രീകാന്ത് പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെ തന്നെയാന്ന് എനിക്കറിയാം. അതൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നേരെ വേദയുടെ അടുത്തേക്ക് കൊണ്ട് കയറിപ്പോവാണ്. കാരണം വേദയാണ് ഇതിനെല്ലാം പിന്നിൽ. അപ്പോൾ വേദ എന്തേലും അച്ഛനോട് പറഞ്ഞു കൊടുത്തു കാണും, അതുകൊണ്ടായിരിക്കും എന്നോർത്തുകൊണ്ട് അങ്ങോട്ട് വേദേനെ വിളിക്കുകയാണ്. ആ സമയം വിക്രവും വേദയും കൂടെ മുറിയിലുണ്ടായിരുന്നു. അമ്മ ശ്രീകാന്തിനെ വിളിവെച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പെട്ടെന്ന് വിക്രത്തോട് പറഞ്ഞു, വിക്രം അങ്ങോട്ട് മാറി നിന്നോളാൻ പറഞ്ഞു. വേദ കഥ തുറന്നു. എന്താന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. വേദ ശ്രീകാന്തിനെ അകത്തേക്ക് കയറ്റിയില്ല. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് അങ്ങോട്ടേക്ക് തിരികെ പോകണമല്ലേ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്? എന്താ സംശയം? എടി, അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ നീ അങ്ങോട്ട് തിരികെ പോകുന്ന, നീ എന്ത് കാണിക്കാനടി അങ്ങോട്ടേക്ക് തിരികെ പോകുന്നേ? അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് ശ്രീയേട്ടൻ എൻ്റെ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഭർത്താവ്, നിനക്ക് നാണുണ്ടൂടി അങ്ങനെ പറയാനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒച്ചപ്പാട് കേട്ടോണ്ട് താഴേന്ന് അവരൊക്കെ മുകളിലേക്ക് കയറി വരുവാണ്. നിന്റെ ഒരു ഭർത്താവ് വന്നിരിക്കുന്നു, എന്നു മുതലാടിയാവും അവൻ നിന്റെ ഭർത്താവായെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിനോട് വേദ ചോദിച്ചു, അല്ല വർഷേച്ചിയുടെ കഴുത്തിൽ ശ്രീകാന്തേട്ടൻ താലി ഇറത്തിയില്ലേ, അപ്പം ഇന്നു മുതലാണ് വർഷേച്ച് ഭാര്യയായെന്ന് ചോദിച്ചു. ഓഹോ, അപ്പം നീ തിരിച്ചെന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയല്ലേ? അതെ, ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ച് ചോദിക്കേണ്ടതായിട്ട് വരും. നിന്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ലേ, അവിടെ പോയിട്ട് അവൻ്റെ ഭാര്യയായിട്ട് കഴിയാനായിരിക്കില്ലേ, ആ ഗുണ്ടയുടെ ഭാര്യയായിട്ട്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, ഗുണ്ടയുടെ ഭാര്യയായിട്ട് കഴിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിക്രമിൻ്റെ ഭാര്യയായിട്ട് വിക്രമിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ശ്രീയേട്ടന് വല്ല സംശയമുണ്ടോ? ഇതിനേക്കാളും വലിയ ഗുണ്ടയാ ശ്രീയേട്ടൻ എന്നുള്ള സത്യം എനിക്കറിയാം. എന്നിട്ട് എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും ശ്രീകാന്തിന് ആകെപ്പാടെ പേടി. അച്ഛനും എല്ലാവരും കൂടെ നോക്കി നിൽക്കുമല്ലേ. ശ്രീയേട്ടൻ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? എല്ലാ കാലത്തും എൻ്റെ വാ മൂടി കെട്ടിവെച്ച എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്താന്നോ? നടക്കില്ല ശ്രീയേട്ടാ. ശ്രീയേട്ടൻ്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. എൻ്റെ സ്വത്തുക്കളൊക്കെ അല്ലേ, എൻ്റെ സ്വത്തുക്കളല്ലേ കണ്ണെന്ന് ചോദിച്ചു. നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്ലൈവർ വേസ് എടുത്ത് അടിക്കാനായിട്ട് ഓങ്ങുവാണ്. അപ്പോഴേക്കും ഒരു നിമിഷം ശങ്കരനാരായണനൊക്കെ ഞെട്ടിപ്പോയി. ശ്രീകാന്തെന്ന് ഒറ്റ വിളിയായിരുന്നു. അപ്പോഴാണ് കഥകം തള്ളി തുറന്ന് വിക്രം പുറത്തേക്ക് ചാടി അങ്ങോട്ട് വരുന്നു. ഒറ്റ തൊഴിയായിരുന്നു. ശ്രീകാന്തിൻ്റെ കൈക്കിട്ട് ഫ്ലവർ വൈസ് ഒക്കെ താഴെ വീണ് ചെതറിപ്പോയി. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദീപ്തിക്ക് അറിയാറുണ്ടായിരുന്നു. ബാക്കി വർഷയും ശങ്കരനാരായണനൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രീകാന്ത് താഴെ വീണ് കിടക്കുവാണ്. അപ്പോഴേക്കും
വിക്രം എന്ത് ചെയ്തു? അവൻ്റെ നെഞ്ചത്തേക്ക് കാലം കെടുത്ത് വെച്ചു. നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരുന്നേ? ഇത്രയും കാലം കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരിക്കലും അത് പുറത്ത് വരില്ലെന്നോ? അപ്പോഴേക്കും വർഷം വന്നിട്ട് വിക്രത്ത് പറഞ്ഞു, വിക്രം പ്ലീസ് ശ്രീയേട്ടനെ ഒന്നും ചെയ്യരുത്, വിടാനൊക്കെ പറഞ്ഞു. വിടാൻ പക്ഷേച്ചി, പക്ഷെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇയാളെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇനി എന്താണെങ്കിലും അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതൊക്കെ ഞാൻ പറയാച്ചാ, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ വിക്രം വേദയും കൂടെ ചേർന്നിട്ട് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. വേദമുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു. തന്നെ ഇവിടേക്ക് ശ്രീയേട്ടൻ എങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നേന്ന്, മാഷിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അത് മാത്രമല്ല മയക്കുമരുന്ന് കൊടുത്ത് കുറച്ച് ദിവസം ബോധമില്ലാതെ കിടത്തിയതും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ശങ്കരനാരായണൻ. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആ കേട്ട കാര്യങ്ങളൊക്കെ. പിന്നീട് വിക്രം പറഞ്ഞു, എല്ലാത്തിനും പിന്നിൽ ഇത് കണ്ടോ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനാന്ന് പറഞ്ഞു. ഇയാൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാനും വേദയും തമ്മിൽ അകലാനും കാരണം അതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു, സത്യമാണോ ശ്രീകാന്തൻ ചോദിച്ചു. ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് മാത്രമല്ല അച്ഛാ, ഇപ്പം പുളിക്കൻ്റെ മരണമായിട്ടും അതുപോലെ തന്നെ വരുണിൻ്റെ കൊലപാതകമായിട്ടും ശ്രീയേട്ടന് പങ്കുണ്ടോയെന്ന് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം വിക്രത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചാണോന്ന് അതിൻ്റെ അന്വേഷണത്തിലാണ്. അത് കേട്ടപ്പം ശങ്കരനാരായണൻ പറഞ്ഞു, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് ഇത് മുമ്പ് പറഞ്ഞില്ല? അച്ഛാ, കുടുംബത്തിലുള്ള ഒരാൾക്ക് നേരെയാണ് ഞാൻ വിരളിച്ചുകൊണ്ടുമ്പോൾ അതിന് കൃത്യമായിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ പലപ്പോഴും അച്ഛനോട് പറയണമെന്ന് ഓർത്താ, പക്ഷേ എങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വിശ്വസിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും എല്ലാവർക്കും ഇവിടെ ധൃതി. പിന്നെ വിക്രം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ദീപ്തിക്ക് അറിയായിരുന്നു. ദീപ്തിയോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടൻ പത്മൻ ദീപ്തിയോട് ചോദിച്ചു, ശരിയാണോ മോളെന്ന് ചോദിച്ചു. അതെ ശരിയാ, വിക്രമേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കും ബോധ്യമായെന്ന് പറഞ്ഞു. വിക്രമേട്ടൻ ഒരിക്കലും വരുണിനെ കൊല്ലാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാ വിക്രമേട്ടൻ്റെ വേദയച്ചോടൊപ്പം ഞാനും നിന്നേന്ന് പറഞ്ഞു. ആ സമയത്ത് വിക്രം പറഞ്ഞു, എന്താണെങ്കിലും വരുണിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നു. അത് പുളിക്കനാണ്. പുളിക്കൻ മരണപ്പെട്ടു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല സാറേ. എന്താണെങ്കിലും ഒരു സാക്ഷിയും കൂടെ ഉണ്ട്. ദൈവമായിട്ട് കൊണ്ടുവന്നൊരു സാക്ഷിയുണ്ട്. അത് അനിയൻകുട്ടനാണ്. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അനിയൻകുട്ടന് സ്വഭാവം ഉണ്ടാവും. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അനിയൻകുട്ടൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ഇപ്പോഴെന്താണെങ്കിലും ഞാൻ വേദയും കൊണ്ട് ഞാൻ പോകുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. വേദയുടെ കൈ പിടിച്ച് ഞാൻ വരുമെന്ന് പറഞ്ഞു സാറിൻ്റെ മുന്നിലേക്ക്. ഒരിക്കലും അത് ശ്രീകാന്ത് പ്രതീക്ഷിച്ച കാര്യമില്ല, ഇത്രയും വലിയൊരു അടി കിട്ടുമെന്ന്. ശങ്കരനാരായണൻ ചെന്ന് ശ്രീകാന്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് കൺമുന്നിൽ പോലും എന്നെ കാണണ്ട, കടന്നു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇനി എൻ്റെ കൺമുന്നിലേക്ക് പോലും നീ വന്നേക്കല്ലെന്ന് പറഞ്ഞു. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോയല്ലോടാ, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേദയുടെ സ്വത്ത് തട്ടിയെടുക്കാനാന്നുള്ള കാര്യങ്ങളൊക്കെ ശങ്കരനാരായണന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ശങ്കരനാരായണന് ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വേദയും കൂടെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് അനിയൻകുട്ടൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകൾ ചെല്ലുവാണ്. കുറച്ച് ഗുണ്ടകൾ എന്നിട്ട് കഥയെ മുട്ടുക. ഈ സമയത്ത് അനിയൻകുട്ടന് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കുവാണ്. കാരണം അനിയൻകുട്ടന് വല്ലാത്തൊരു പേടിയായിരുന്നു. ആരെങ്കിലും തല്ലെ കൊല്ലാൻ വരും എന്ന് മാത്രം എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നുള്ളൂ. അനിയൻകുട്ടൻ്റെ അച്ഛനാണ് പോയി കഥ തുറക്കുന്നത്. കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഗുണ്ടകൾ അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. പിന്നെ അകത്തേക്ക് അവരും കൂടെ പാഞ്ഞു കയറി അനിയൻകുട്ടൻ്റെ അച്ഛനെയൊക്കെ തട്ടി എറിഞ്ഞിട്ടാണ് അങ്ങോട്ട് അകത്തേക്ക് കയറുന്നത്. പിന്നീട് അവനെ പോയി തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാണ്. കാരണം അനിയൻകുട്ടനാണ് ഏക ദൃക്സാക്ഷി. ശ്രീകാന്തും ചന്ദ്രശേഖരനും പുളിക്കനെ കൊല്ലുന്ന കാര്യത്തിൽ. അപ്പം അവനെ പിടികിട്ടുവാണെങ്കിൽ, അവൻ്റെ കാര്യം തീർക്കുവാണെങ്കിൽ ഇനി സത്യങ്ങളൊന്നും അവൻ പുറത്ത് പറയത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും അനിയൻകുട്ടനെ ഉറപ്പായിട്ടും വിക്രമൊക്കെ രക്ഷിക്കും. അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.